ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫ്രെയിംസ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെയാണോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളെൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ വീടിൻ്റെ പുറത്തൊക്കെ പോയിട്ട് എടുക്കാറുണ്ട്. സൺലൈറ്റ് നല്ല ഉള്ള ഭാഗത്ത് നിന്ന് എപ്പോഴും വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. 3-4 ഐറ്റംസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെന്തായാലും അങ്ങനെ ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ എടുക്കുക, ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ബ്രിക്ക് വാൾപേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ടൈപ്പ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഇത് വെക്കുന്നത് വെച്ചെങ്കിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു മാറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊന്നും ഫസ്റ്റ് ഒരു ബിഗിനേഴ്സ് വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ അവരുടെ കയ്യിലൊരു വൈറ്റ് ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ വിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഫ്ലവറും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ട് ഞങ്ങളെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് ഒന്നും വാങ്ങിക്കാതെ എങ്ങനെ വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നെ 2 ഫ്ലവർ ബഞ്ചസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതൊരു വൈറ്റും ഒരു പിങ്കും കൂടിയുള്ള മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്, 2 എണ്ണം കൂടിയിട്ട്. പിന്നെ ഈ ബ്രിക്ക് വാൾപേപ്പറൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതൊന്നും ഇപ്പോൾ അങ്ങനെ സ്റ്റിക്കറൊന്നും ഒട്ടണമൊന്നുമില്ല. ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോണത് മുന്നേ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ വിന്നറിന് കൊടുക്കാനുള്ള ഗിഫ്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പോണത്. അതിലൊരു മിനി ഫ്രെയിമും പിന്നെ 4 പോളറോയിഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു റിംഗ് ആൽബം പിന്നെ 2 കിക്കറ്റും ആയിരുന്നു. പിന്നെ ഞാനിതിന്ന് ഷൂട്ട് ചെയ്യാൻ നിന്നപ്പോൾ നല്ല സൺലൈറ്റ് കുറവായിരുന്നു കേട്ടോ. ഒരു മഴക്കാറൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഇന്ന് തന്നെ കൊടുക്കാനുള്ളതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതുപോലെ തന്നെ അതല്ലാതും വെച്ചിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓരോന്നും എടുക്കുന്നതും അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. കാരണം അങ്ങനെ കമൻറ്റ് വന്നുകൊണ്ട് തന്നെ. പിന്നെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്യലും അതുപോലെ ഫോട്ടോസ് എടുക്കലും ഒക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ അത് വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എന്തായാലും അപ്ലോഡ് ചെയ്യും ഇതുപോലെ തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഫോണിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് വേറെ കാണിച്ചു തരാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടിയും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് DM ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അത് പല രീതിക്ക് മാറ്റി വെച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്നൊക്കെ അധികം ടൈമൊന്നും ഇല്ലാത്തുമ്പോൾ ചെയ്യാറുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും.